ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഡി ബി എന്തിനാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഡി ബി വെച്ചിട്ടുണ്ട്. കാരണം ഡി ബി വെക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓൾറെഡി ഡി ബി ഉണ്ട്. എങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ ഡി ബി വെക്കാനുള്ള കാരണം ഇതിൻ്റെ അകത്ത് എ സിയും അതേപോലെ വാട്ടർ ഹീറ്ററും അതേപോലെ 2 ബെഡ്റൂമും ഒരു വാഷിംഗ് മെഷീൻ്റെ ലൈനും സിറ്റ് ഔട്ടും ആ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡി ബി വെച്ചേക്കുന്നത്. കാരണം ഡി ബി വെക്കാൻ വേറെയും കാരണം എന്ന് പറഞ്ഞത് നമുക്ക് ഇൻവേർട്ടർ ലൈനും അതേപോലെ മാസ്റ്റർ ലൈനുകളും നമുക്ക് ഇത് സെപ്പറേറ്റ് ഡൈവേർട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഡി ബി വെക്കുന്നത്. കാരണം അങ്ങനെ ഡി ബി അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് 2 RCCB നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റൂ. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിലും ഒരു RCCB വരും, സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് RCCB വരും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇൻവേർട്ടർ ലൈൻ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഡി ബി വെക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻവേർട്ടറിന് ഒറ്റ താഴെ മാത്രം കോമൺ ആയിട്ട് നിൽക്കുന്ന രീതി നമ്മൾ പഴയ രീതി ചെയ്യുകയാണെങ്കിൽ അതിന് RCCയുടെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് പവർ ലൈനുകൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി ബിയുടെ ആവശ്യമുണ്ട്. അപ്പം പവർ ലൈൻ RCCB വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വരെ നമുക്ക് ഐസൊലേറ്റർ നമുക്ക് കയറ്റാൻ പറ്റും. കാരണം പവർ ലൈന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇതിലൊരു ബെഡ്റൂമിൻ്റെ ഇതാണ്. ഇതിനകത്ത് നമുക്ക് 2 വേ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബെഡ് സ്വിച്ച് വരുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ എല്ലാം വെച്ചേക്കുന്ന 8-ൻ്റെ ബോക്സുകളാണ്. ഇത് അവിടുത്തെ ഓപ്പൺ ബാത്റൂമാണ്, ഫസ്റ്റ് ഫ്ലോറിലെ ഓപ്പൺ ബാത്റൂമാണ്. ഈ ഓപ്പൺ ബാത്റൂമിൻ്റെ അകത്ത് ഒരു ഹീറ്റർ ലൈൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിലോട്ട് കയറാനുള്ള ലൈറ്റും എക്സോസ്റ്റ് ഫാനിൻ്റെയും അതേപോലെ ഇതിൻ്റെ തൊട്ട് മേളിൽ ഇരിക്കുന്ന ലാമ്പും ഔട്ട് സൈഡിലെ ലാമ്പും ഇവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഈ വഴി തന്നെയാണ് നമുക്ക് ഔട്ട് സൈഡിലുള്ള വാഷിംഗ് മെഷീൻ്റെ ലൈനും പോകുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഹീറ്റർ വരുന്നത്. 2-ൻ്റെ ബോക്സ് നമ്മൾ ഹീറ്ററിൻ്റെ വെച്ചിട്ടുണ്ട്. കാരണം വെളിയിൽ ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ സോക്കറ്റ് മാത്രമേ, അതായത് 16 ആംസിൻ്റെ സോക്കറ്റ് മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. 20 ആംസിൻ്റെ സ്വിച്ച് വെക്കുന്നത് ഡോറിൻ്റെ വെളിയിലാണ്, ഔട്ട് സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. അതായത് നമ്മൾ ഈ കയറുന്ന ഭാഗത്താണ് നമ്മൾ വെക്കുന്നത്. ഇത് അടുത്തൊരു ബാത്റൂമാണ്, ബാത്റൂമല്ല ബെഡ്റൂമാണ്. ഇച്ചിരി നീളം കൂടിയ ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ വെച്ചേക്കുന്ന 12-ൻ്റെ മെറ്റൽ ബോക്സും അത് LNDയുടെ ബോക്സാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. 12 വെക്കാൻ കാരണം ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. അതുപോലെ ബെഡ് സ്വിച്ച് വരുന്നുണ്ട്. ബെഡ് സ്വിച്ച് നമ്മൾ 8-ൻ്റെയാണ്. ഈ വെട്ടിയിട്ടേക്കുന്നത് നമ്മൾ കേബിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെട്ടിയിട്ടേക്കുന്നത്. ഈ സൈഡിലായിട്ട്, ഈ നനഞ്ഞ് കിടക്കുന്ന സൈഡിലായിട്ട് നമ്മൾ 2-ൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. LNDയുടെ ബോക്സാണ് വെച്ചേക്കുന്നത്. അത് AC ആണ് വരുന്നത്. പിന്നെ ഇതേപോലെ അതിൻ്റെ തൊട്ടടുത്ത സൈഡിൽ ലാമ്പ് വരുന്നുണ്ട്. സീലിങ്ങിൻ്റെ അകത്ത്, അതായത് സർഫേസിൻ്റെ അകത്ത് ഒരു 6 LED-യും അതേപോലെ ഫാനും വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 12-ൻ്റെ ബോക്സ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഒരു വർക്ക് ഏരിയയാണ്, ഔട്ട് സൈഡാണ്. അവിടെ ഒരു പവർ ലൈൻ വരുന്നുണ്ട്. ഈ 2 സൈഡും വർക്ക് ഏരിയ ആയിട്ടാണ് വരുന്നത്. അതായത് ഔട്ട് സൈഡ് ആയതുകൊണ്ട് 2 സൈഡും. ഈ സൈഡിൽ നമ്മൾ ഒരു 3-ൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വർക്ക് ഏരിയ ആവുമ്പോൾ ഷീറ്റിട്ട് മറയ്ക്കുമ്പോൾ ഇവിടെ ഒരു പവർ ലൈനായിട്ടാണ് വരുന്നത്. കാരണം അവിടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനാണ്. അതിൻ്റെ തൊട്ട് മേലായിട്ട് നമ്മൾ പൈപ്പ് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടുത്തെ ലാമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇതുവഴിയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഹാളിൽ, കയറി വരുന്ന ഹാളിൽ തന്നെ നമ്മൾ ഡി ബി ഉറപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്നൈഡറിൻ്റെ 12 വേ ഡി ബി ആണ് വെച്ചേക്കുന്നത്. ഉപയോഗിക്കുകയാണെങ്കിൽ സ്നൈഡറിൻ്റെ തന്നെ ഉപയോഗിക്കുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചേക്കുന്നത്. സ്നൈഡറിൻ്റെ 12 വേ ഡി ബി ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്തുകൂടെ തന്നെ എല്ലാ പൈപ്പുകളിലും, മെയിൻ പോകുന്ന എല്ലാ പൈപ്പുകളിലും നമ്മൾ പ്ലാസ്റ്റിക് വെള്ളിയും കെട്ടിയിട്ടുണ്ട്. കാരണം തേപ്പെല്ലാം കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് പുള്ളറ് കയറ്റി വലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് ആ പുള്ളറ് വഴി പോവും. ഇതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് തെള്ളിയാണ് ഡി ബി വെച്ചേക്കുന്നത്. കാരണം അങ്ങനെ വേണം വെക്കാൻ. കാരണം ഇവിടെ തേപ്പ് കാനം അത്രയും 1 ഇഞ്ചോളം വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ 2 പൈപ്പ് കിടക്കുന്നത് താഴത്തെ ഡി ബിയിലാണ്. താഴത്തെ ഡി ബിയിൽ നിന്ന് നേരെ മെയിൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പൈപ്പ് വെച്ചേക്കുന്നത്. കാരണം 2 പൈപ്പ് വെക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇൻവേർട്ടറിൻ്റെ ഒരു ചേഞ്ചിങ് വരുവാണെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ, അതായത് വയറുകൾ തമ്മിൽ കൂടിച്ചേരാതെ സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്.
അതേപോലെ മുകളിൽ നമ്മൾ ഈ ചാന്ത് വെച്ച ഭാഗമെല്ലാം നമ്മൾ അതുവഴി മെയിൻ പൈപ്പ് ഇറങ്ങുന്ന ഏരിയ ആണ്. അത് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. തേച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടില്ല, അല്ലാതെ പരിക്കനായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. എങ്കിൽ മാത്രമേ മേശിരിമാർക്ക് തേക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വെച്ചേക്കുന്നത് നമ്മൾ 12 ബോക്സാണ്. കാരണം 2 സൈഡിലും നമുക്ക് വാൾ ലാമ്പ് വരുന്നുണ്ട്, അതുപോലെ സീലിങ്ങിൻ്റെ അകത്ത് ഫാൻ വരുന്നുണ്ട്, അതിന് ഡിമ്മർ, സോക്കറ്റ്, സ്വിച്ച്, അതേപോലെ പറഗോളയുടെ സ്വിച്ചുകൾ, അതേപോലെ സീലിങ്ങിൽ അല്ലാതെ 4 ലാമ്പ് ഇട്ടേക്കുന്നതെല്ലാം നമുക്കിതിൽ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 12 ബോക്സ് വെച്ചേക്കുന്നത്. ഇവിടെ വരുന്ന ടി വിയുടെ ഏരിയയാണ്, ഇപ്പം കണ്ടത് ടി വിയുടെ ഏരിയയാണ്. ആ ടി വിയുടെയും നമ്മൾ ഒരു 10 ആംസ് MCBയിലോട്ടാണ് പോകുന്നത്. അതും ബ്രേക്കറിൻ്റെ അത് DB തന്നെയാണ് വരുന്നത്. അപ്പം ടി വിക്ക് നമ്മൾ സെപ്പറേറ്റഡായിട്ട് MCB വെച്ച് കൊടുക്കുന്നുണ്ട്. ടി വിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, ഈ ബെഡ്റൂമിന് വെച്ച് കൊടുക്കുന്നുണ്ട്, ഈ ബാത്റൂമിന് വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഹീറ്റർ വരുന്നത്. അതിൻ്റെ ഔട്ട് സൈഡിലുള്ള വാഷിംഗ് മെഷീനും വെക്കുന്നുണ്ട്, 16 ആംസ് വാഷിംഗ് മെഷീനും. അതുപോലെ ഹീറ്ററിന് 16 ആംസ് വെക്കുന്നുണ്ട്, AC-ക്കും അതുപോലെ 16 ആംസ് വെക്കുന്നുണ്ട്. 2 ബെഡ്റൂമിന് 10 ആംസ് വെച്ചും ടി വിക്ക് 10 ആംസ് വെച്ചും ഹാളിനും സിറ്റൗട്ടിനും 10 ആംസ് വെച്ചും നമ്മൾ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ DB ഫസ്റ്റ് ഫ്ലോറിൽ വെക്കുന്നത്. അങ്ങനെ വെക്കുന്നത് തന്നെയായിരിക്കും ഉചിതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.